തൃശ്ശൂർ റവന്യൂ ജില്ലാ കലോത്സവം 3-ാം ദിവസം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരങ്ങൾ ഓരോ വേദിയിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മുടെ കൂടെ TCV കലോത്സവ സ്റ്റുഡിയോയിൽ ചേരുന്നത് UP വിഭാഗം കഥാപ്രസംഗം മത്സരിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ്. ഇവർ സെൻറ്റ് ജോസഫ് HSS പാവറട്ടിയിലെ കുട്ടികളാണ്. നമുക്ക് ഇവരോട് ഒരു വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പേര്? ആദി മഹേശ്വർ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല ഇതായിരുന്നു, ടഫ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അടിക്കും നിങ്ങൾക്ക്? ഫസ്റ്റ് അടിക്കും. എന്താ തോന്നുന്നത്? ഫസ്റ്റ് അടിക്കും. എല്ലാവർക്കും ഫസ്റ്റ് അടിക്കും എന്നാണ് പറയാളെ അല്ലേ? എന്ത് പറഞ്ഞു എല്ലാവരും നിങ്ങളുടെ പരിപാടി കണ്ടിട്ട്? എല്ലാവരും കേട്ടിരുന്നു, നല്ല സൈലൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഫസ്റ്റ് തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിശീലനം? ആരാ പഠിപ്പിച്ചു തന്നെ കഥാപ്രസംഗം? അത് ടീച്ചർ ഒരു ബുക്കിൽ തന്നതാണ്. അത് ഞങ്ങൾ വീട്ടിൽ പോയി പഠിച്ചു. ഞാൻ പിന്നെ ഇവർക്ക് പാട്ട് ടീച്ചർ കൊടുത്തു, അപ്പോൾ അത് പഠിച്ചു ഞങ്ങൾ. നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചർ ആരാ? സോണിയ ടീച്ചർ. സോണിയ ടീച്ചറാണ് അല്ലേ? ഓക്കെ, എന്താ പേര് പറഞ്ഞേ? ആദി മഹേശ്വർ. ആരോൺ, ആദിനാഥ്, കിഷൻ ദേവ്, നെയ്മ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥാപ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം കാണാം. ഓക്കെ. സഹൃദയ സദസ്സിനെ നമസ്കാരം. ഇന്ന് ലോകത്താകമാനം ഏവരുടെയും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഭീകരത എന്ന രാക്ഷസീയത. ഉന്മൂലനം ചെയ്യാനാകാത്ത ഇത്തരം ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞങ്ങളിവിടെ കഥാപ്രസംഗമായി അവതരിപ്പിക്കാൻ പോകുന്നത്. ഏവരുടെയും ആശീർവാദത്തോടെ എൻ്റെ കഥാപ്രസംഗം ഞാനിവിടെ ആരംഭിക്കുകയാണ്. അസുര സങ്കീർത്തനം. അങ്ങ് വടക്കൻ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇടവപ്പാതി കലിതുള്ളുന്ന ഒരു കാളരാത്രി. ലോകം മുഴുവൻ നിദ്രയിലാണ്ട് കിടക്കുന്ന ഈ നേരത്തും അങ്ങ് മലയടിവാരത്തുള്ള ഒരു കൊച്ചു വീട് മാത്രം ഉണർന്നിരിക്കുന്നു. അത് മത്സ്യക്കച്ചവടക്കാരൻ ബഷീർക്കയുടേതാണ്. വീടിൻ്റെ ഉമ്മറത്ത് മങ്ങിക്കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ ഓരത്തായി ഒരു സ്ത്രീ വഴിവിളക്കുമായി തൻ്റെ മകൻ്റെ വരവും കാത്തിരിക്കുകയാണ്. പഠിക്കാനേറെ സമർത്ഥനായ അവരുടെ മകൻ ഇക്കഴിഞ്ഞ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മുൻപന്തിയിലെത്തിയ ബുദ്ധിമാൻ. അവൻ്റെ പേരാണ് ജലീൽ. ഇന്ന് MBBSന്റെ കൗൺസിലിങ്ങിനായി നഗരത്തിലെ ഏതോ കോളേജിലേക്ക് പുലർച്ചെ പുറപ്പെട്ടതാണ് ജലീൽ. ആ വീട്ടിനുള്ളിൽ നിന്നും ഇടയ്ക്ക് ഒരു ക്ഷീണിച്ച ശബ്ദം കേൾക്കാം. പതുമ, മോൻ വന്ന. പിന്നെ കേൾക്കുന്നത് നിർത്താതെയുള്ള ചുമയാണ്. ചുമച്ചൊടുവിൽ ചോറ് തുപ്പുന്ന ആ മനുഷ്യനാണ് ബഷീർക്ക, ജലീലിന്റെ ബാപ്പ. നാട്ടുകാരുടെ പ്രിയങ്കരനായ മത്സ്യക്കച്ചവടക്കാരൻ ബഷീർക്ക ഇന്ന് ക്ഷയരോഗം ബാധിച്ച് മൃദുപ്രായനാണ്. പൊടുന്നനെയതാ ആ വയലിനക്കരെ ഒരു വണ്ടി വന്നു നിന്നു. പാത്തുമ ആശ്വസത്തോടെയും തെല്ല് പരിഭ്രമത്തോടെ എഴുന്നേറ്റ് വിളക്കുമായി മുറ്റത്തേക്ക് ഇറങ്ങി. പക്ഷേ വരമ്പ് കടന്നു വരുന്ന ആ മനുഷ്യനെ കണ്ട് പാത്തുമ ഞെട്ടി. ഇത് മൂസാ സെട്ടല്ലേ, നാട്ടിലെ കോടീശ്വരൻ മൂസാ സെട്ട് മുതലാളി. അതിനു പുറകെ വരുന്നവരാരൊക്കെയാ? അവരാരെയോ താങ്ങിക്കൊണ്ട് വരികയാണല്ലോ. പാത്തുമ്മ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടോടി. രണ്ടുപേരതാ കാലിൽ മുറിവേറ്റ് പുളയുന്ന ജലീലിനെ താങ്ങിക്കൊണ്ട് വരുന്നു. എന്താണ് സംഭവിച്ചെന്നതറിയാതെ ആ മാതാവെന്ന് പകച്ചു. പിന്നെ ഒരു അലമുറയായിരുന്നു അവിടെ. സേട്ടു മുതലാളി, എൻ്റെ മോൻ എന്താ പറ്റി? ആരാ ഇവനെങ്ങനെ തല്ലി ചതച്ച്? എൻ്റെ പടച്ചോനെ! നിലവിളിച്ചു കണ്ടവർ ജലീലിൻ്റെ മുറിപ്പാടുകൾ തലോടി. സേട്ട് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ലാന്നേ, മോന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുള്ളേ. കോളേജിൽ സമരം നടത്തിയ ചില ഇംഗ്ലീഷുകളുടെ നേരെ പോലീസുകാരുടെ ഗ്രനേഡ് അബദ്ധത്തിൽ ഇവൻ്റെ കാല് വന്നു ധരിച്ചത്. അല്ല, സമയദോഷം ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആശുപത്രിയിൽ വെച്ച് ഇവൻ നമ്മുടെ കണ്ണിപ്പെട്ടത്. എന്തേ പടച്ചോൻ്റെ കൃപ. പിന്നെ നമ്മൾ പോട്ട്, മോന് നല്ല വേദന കാണും, സൂക്ഷിക്കണം. സേട്ടും സഹായികളും യാത്രയായി. വേദന കൊണ്ടു പുളഞ്ഞു പിടയുന്നു വേദനയും പേരി പാവം ജലീൽ, വേദനയും പേരി പാവം ജലീൽ. വേദനയും വിശപ്പും കലശലായ ജലീലിന് ഉമ്മ അത്താഴം വിളമ്പിക്കൊടുത്തു. അവനത് ആർത്തിയോടെ കഴിച്ചിരിക്കെ കഥകിലാരോ ശക്തിയിൽ മുട്ടുന്നു. കഥക് തുറന്ന പാത്തുമ്മ ഞെട്ടി പിന്മാറി. പുറത്തത് നിൽക്കുന്നു 2-3 പോലീസുകാർ. ജലീലിന്റെ വീടല്ലേ ഇത്? രോക്ഷത്തോടെയുള്ള ഇൻസ്പെക്ടറുടെ ശബ്ദം. അതെ മാന്, എന്നാലും ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാം കൂടി തല്ലിച്ചതച്ചല്ലോ. ആ ഉമ്മയുടെ പരാതി കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് കലിയിളകി. തെറ്റൊന്നും ചെയ്യാത്തൊരു പുന്നാര മോൻ എവിടെയാ തെമാടി? പോലീസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച റാസ്കൽ എവിടെ? പോലീസുകാർ ആ വീട്ടിനകത്തേക്ക് പാഞ്ഞു കയറി. പേടിച്ചിരുന്ന ജലീൽ കൈക്കൂപ്പി കേണു പറഞ്ഞു, എൻ്റെ പൊന്നു സാറുമാരെ, നിങ്ങൾക്ക് ആള് മാറിയതാ. ഞാൻ അവിടെ കൗൺസിലിങ്ങിനായി വന്ന നിർത്തടാ. അവൻ്റെ ഒരു കൗൺസിലിങ് നിന്റെ ഞഞ്ഞാ പൊന്ന വർത്താനം കേൾക്കാനല്ല ഞങ്ങളിവിടെ വന്നത്. ചിറാസ്കൽ ചെന്ന് ജീപ്പി കയറടാ. അവശനായ ജലീലിനെ 2 പേർ ചേർന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന രംഗം കണ്ട മാതാവ് അപ്പോൾ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു, അയ്യോ സാറുമാരെ, അവനെ കൊണ്ടുപോകല്ലേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ പടച്ചോനെ.
ആലംബഹീനയായി കേഴുന്ന മാതാവിനല്ലകറ്റുവാൻ ആരുമില്ല. മാറത്തടിച്ചു നിലവിളിക്കുന്നവരേറുന്ന ദുർവിധിയോർത്തു വീണ്ടും. പിറ്റേന്ന് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ.